പന്നിയങ്കര ടോൾ പ്ലാസയിൽ പ്രദേശവാസികളും സ്കൂൾ ബസ്സുകൾക്കും ടോൾ ഏർപ്പെടുത്താനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം. രാഷ്ട്രീയ പാർട്ടികളുടെയും ജനകീയ സംഘടനകളുടെയും നേതൃത്വത്തിലാണ് പ്രതിഷേധം. ഇന്ന് രാവിലെ 10 മണി മുതൽ ടോൾ പിരിവ് തുടങ്ങും എന്നാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത്. വിവരങ്ങളുമായി പാലക്കാട് നിന്ന് ആഷിഖ് റഹ്മാൻ ചേരുന്നു. ആഷിഖ്, എപ്പോൾ മുതൽ ടോൾ ഏർപ്പെടുത്താനാണ് തീരുമാനം? ഈ പ്രതിഷേധം അവിടെ തുടങ്ങിയിട്ടുണ്ടോ? വിവരങ്ങൾ എന്താണ്? ലക്ഷ്മിതമായ പ്രതിഷേധം ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ പാർട്ടികളും വിവിധ ജനകീയ കൂട്ടായ്മകളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം. ഇപ്പോൾ ഇവിടെ വ്യാപാരികളുടെ നേതൃത്വത്തിൽ ഇവിടെ പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുകയാണ്. താൽക്കാലികമായി നിലവിൽ ഇന്ന് ടോൾ പിരിക്കുന്നില്ല എന്നാണ് കമ്പനി അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഇന്ന് ടോൾ പിരിക്കുന്നില്ല, കാരണം ജനകീയ പ്രതിഷേധം ഇവിടെ ശക്തമായിട്ടുണ്ട്. നിരവധി സംഘടനകളുടെ പ്രവർത്തകർ ഇവിടെ എത്തിയിട്ടുണ്ട്. CPM, കോൺഗ്രസ്, അതുപോലെ തന്നെ വ്യാപാരി സംഘടനകൾ, അതുപോലെ ബസ് ഓപ്പറേറ്റർ അസോസിയേഷൻ, അതുപോലെ വ്യാപാരികൾ, ഇങ്ങനെ നിരവധി സംഘടനകൾ ഇവിടെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ തന്നെ ഇത്തരത്തിൽ ടോൾ പിരിക്കുന്നില്ല എന്നൊരു കാര്യം കമ്പനി അധികൃതർ അറിയിച്ചിരിക്കുന്നു. നിലവിൽ നാട്ടുകാർക്കും സ്കൂൾ ബസ്സുകൾക്കും ഇത്തരത്തിൽ ടോൾ ഏർപ്പെടുത്താൻ തീരുമാനിച്ചതാണ് ഇത്തരത്തിൽ പ്രതിഷേധത്തിന് കാരണമായി എന്നുള്ളത്. ഇതിനോടുകൂടി ഇപ്പോൾ ഈ ടോൾ പിരിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്ലക്കാർഡ് അവർ കീറിക്കളഞ്ഞ് പ്രതിഷേധിക്കുകയാണ്. എന്താണ് തീരുമാനം, എന്താണ് അറിയിച്ചിട്ടുള്ളത്? തീരുമാനം ഇന്ന് ടോൾ പിരിക്കുന്നുള്ളത് മാറ്റി അതിനി ഉന്നത തലത്തിൽ ചർച്ചകൾ നടത്തിയതിന് ശേഷം മാത്രമാണ് ഇനി അങ്ങനൊരു തീരുമാനം ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നത്. ഒരു കാരണവശാലും ഏത് ചർച്ച നടന്നോ നടന്നില്ലയോ എന്നുള്ളത് ഞങ്ങൾ കാര്യമാക്കുന്നില്ല. ഏത് ചർച്ച നടന്നാലും ഇല്ലെങ്കിലും ഇതുപോലെ ആയിരിക്കും അവർ പതിക്കുന്ന പോസ്റ്ററുകൾക്ക് ഈ നാട്ടിലെ ജനങ്ങൾ വില കൊടുക്കുക എന്നുള്ളത് മനസ്സിലാക്കുക. അത് ഇവിടെ ഉണ്ടാവില്ല. 6 പഞ്ചായത്തിൽ 2.25 വർഷമായിട്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് സൗജന്യമായിട്ട്, ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് സൗജന്യമായി ഈ പാതയിലൂടെ കടന്നു പോകാമെങ്കിൽ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും ഇനിയുള്ള ദിവസങ്ങളിലും അതുപോലെ തന്നെ മുന്നോട്ട് പോകും. അതിൽ യാതൊരുവിധ വ്യത്യാസവുമില്ല. ഈ ടോൾ പിരിക്കുന്ന അവർ പറഞ്ഞു, അത് സ്ഥിരമായി നിർത്തും പറഞ്ഞു. ഇന്ന് മുതൽ പിരിക്കില്ല. പിന്നെ ഇവർ വേറൊരു തന്ത്രം ചെയ്യേണ്ടായിരുന്നു. ഫാസ്ടാഗ് ഈ മറ്റേ സൗജന്യമായി പോകേണ്ട പാതയിൽ ആ ട്രാക്കിൽ ജനങ്ങളുടെ മറ്റേ വാഹനത്തിൽ നിന്നും ഫാസ്ടാഗിൻ്റെ പൈസ കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഡിവൈസ് ഓൺ ചെയ്ത് വെച്ചിട്ട് സെൻസറിലൂടെ അവർ ആ പൈസ കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. സാധാരണ ഒരു ഇത് അങ്ങനെ വല്ലതും ഉണ്ടായാൽ ഒരു ട്രാക്കിലും ഒരു വണ്ടി പോലും കടന്നു പോകില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇത് തന്നെയാണ് പറയുന്നത്. ഇന്ന് രാവിലെ 10 മണി മുതലാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം ആരംഭിച്ചത്. അതുകൊണ്ട് തന്നെ ഈ പ്രതിഷേധം ശക്തമായതുകൊണ്ട് തന്നെയാണ് ഇന്ന് നിലവിൽ ടോൾ പിരിക്കേണ്ട എന്നൊരു കാര്യം തീരുമാനിച്ചിട്ടുള്ളത്. അടുത്ത ദിവസങ്ങളിൽ, അടുത്തയാഴ്ച കൂടി മന്ത്രിതലത്തിലുള്ള ചർച്ചയിലാണ് ഇതിൻ്റെ ഒരു അന്തിമ തീരുമാനമാകുക. നിലവിൽ ഇവിടെ CPM പ്രതിഷേധം നടക്കുന്നുണ്ട്, കോൺഗ്രസിൻ്റെ പ്രതിഷേധമുണ്ട്, വ്യാപാരി സംഘടനകളുണ്ട്, നിരവധി ജനകീയ കൂട്ടായ്മകളുണ്ട്. അത്തരത്തിൽ വലിയ പ്രതിഷേധം നടന്നതോടുകൂടിയാണ് ഇന്ന് രാവിലെയോടുകൂടി ഈ ഒരു സമരം, ഈ ടോൾ പിരിക്കേണ്ടതില്ല എന്നൊരു കാര്യം ഇവർ കമ്പനി അധികൃതർ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും വലിയ പ്രതിഷേധം നടന്നിരുന്നു. നേരത്തെ വ്യാപാരി അസോസിയേഷൻ്റെ ആൾക്കാർ തന്നെ ചെന്ന് ഇത്തരത്തിൽ ടോൾ പിരിക്കുന്നത് തടഞ്ഞിരുന്നു. പ്രദേശവാസികൾക്കും അതുപോലെ സ്കൂൾ ബസ്സുകൾക്കും ഈ ടോൾ പിരിക്കരുത് എന്നൊരു ആവശ്യം ഉന്നയിച്ചതോടുകൂടി തന്നെ അത് ശക്തമായതോടുകൂടി തന്നെയാണ് നിലവിൽ ഇന്ന് ടോൾ പിരിക്കേണ്ടതില്ല എന്നൊരു കാര്യം തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും CPM പ്രതിഷേധം നടക്കുന്നുണ്ട്, കോൺഗ്രസ് പ്രതിഷേധം നടക്കുന്നുണ്ട്. വ്യാപാരികൾ നിലവിൽ ഇന്നു മുതൽ അതായത് പിരിവ് നടത്തേണ്ടതില്ല എന്നൊരു കാര്യം പറഞ്ഞിട്ടുള്ള പ്ലക്കാർഡ് കീറിക്കറഞ്ഞൊരു സംഭവമാണ് നമ്മൾ നേരത്തെ കണ്ടത്. എന്തായാലും ഇന്ന് ടോൾ പിരിക്കുന്നില്ല. അടുത്ത ആഴ്ചയോടുകൂടി നടക്കുന്ന മന്ത്രിതല ചർച്ചയിലായിരിക്കും കൂടുതൽ തീരുമാനമാവുക. ആഷിഖാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. പന്നിയങ്കര ടോൾ പ്ലാസയിലാണ് ഇത്തരത്തിൽ വിഷയങ്ങൾ ഇപ്പോൾ ടോൾ പിരിക്കുവാനുള്ള നീക്കവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധമടക്കം അവിടെ രൂപപ്പെടുന്നത്.